നിങ്ങൾ ഗിറ്റ് ഉപയോഗിച്ച് ഒരു കോഡ് പുഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗിറ്റ്ഹബിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ചില സമയത്തൊക്കെ നിങ്ങളുടെ ഗിറ്റ് ബാഷ് അല്ലെങ്കിൽ ടെർമിനൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഗിറ്റ്ഹബിൻ്റെ യൂസർ നെയിമും പാസ്വേഡുമാണ്. പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് ഗിറ്റ്ഹബ് ആ ഒരു പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് ടെർമിനൽ ഇനി അധികകാലം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു പേഴ്സണൽ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ യൂസർ അക്കൗണ്ട് കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു യൂസർ അക്കൗണ്ട് ഗിറ്റ് കോൺഫിഗ് -- ഗ്ലോബൽ എന്ന് പറഞ്ഞ് കോൺഫിഗർ ചെയ്ത് വെച്ചത് ഒരു യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ SSH കീ ആഡ് ചെയ്യുക എന്ന് പറയും. അതായത് അതൊരു പബ്ലിക് കീ എൻക്രിപ്ഷൻ ആണ്, ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ എൻക്രിപ്ഷൻ മെത്തേഡാണത്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളൊരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു പബ്ലിക് കീ ഗിറ്റ്ഹബിന് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും പിന്നീട് ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ പബ്ലിക് കീ ആരെടുത്താണുള്ളത് അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ യൂസർ നെയിമും പാസ്വേഡും പിന്നീട് എൻ്റർ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ SSH കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ക്ലോൺ ചെയ്യുന്ന സമയത്ത് ഗിറ്റ്ഹബിൽ SSH URL ഉപയോഗിക്കുക. ക്ലോൺ ചെയ്യാനൊക്കെ SSH URL ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് യൂസർ നെയിമും പാസ്വേഡും വീണ്ടും ചോദിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ github.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ സെറ്റിങ്സ്, അതായത് റൈറ്റ് സൈഡ് ടോപ്പിൽ പ്രൊഫൈലിൻ്റെ സെറ്റിങ്സിൽ പോവുക. ഒരു പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ സൈഡ് ബാർ, അതായത് ലെഫ്റ്റ് സൈഡിൽ സൈഡ് ബാർ കാണാം. സൈഡ് ബാറിൽ SSH ആൻഡ് GPG കീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ SSH കീസ് കാണാം. ന്യൂ SSH കീ ആഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കീ ഇല്ല. ആ ഒരു കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെക്ക് ഔട്ട് അവർ ഗൈഡ് ടു ജനറേറ്റിംഗ് SSH കീസ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് SSH കീ ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ മൂന്നാമത്തെ ലിങ്ക് പറയുന്നത് ജനറേറ്റിംഗ് എ ന്യൂ SSH കീ ആൻഡ് ആഡിങ് ടു ദ SSH ഏജൻറ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് സെലക്ട് ആയിട്ട് വരും. ഞാൻ ഉപയോഗിക്കുന്ന മാക് ആണ്. നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്പൺ ടെർമിനൽ. അതായത് ഒന്നുകിൽ നിങ്ങൾ മാക്കോ അല്ലെങ്കിൽ നിങ്ങൾ ലിനക്സോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വിൻഡോസിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. വിൻഡോസിലാണെങ്കിൽ പറയുന്നത് ഓപ്പൺ ഗിറ്റ് ബാഷ് ഓപ്പൺ ചെയ്യുക. ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ കോമൺ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്സിൽ പറയുന്നത് താഴെ പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഈ കമാൻഡ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുകയാണ്. Ctrl+C അല്ലെങ്കിൽ Command+C. ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. ടെർമിനൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ എന്ന കമാൻഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. എന്നിട്ട് അവിടെ ആ ഒരു കീ എനിക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കീബോർഡിലെ റൈറ്റ് ആരോ കീ ഉപയോഗിച്ച് ലാസ്റ്റിലേക്ക് നമ്മൾ സെലക്ഷൻ മാറി. എന്നിട്ട് ഞാനിവിടെ തന്നിട്ടുള്ള ആ your@example.com എന്ന് പറയുന്ന ടെമ്പററി ഇമെയിൽ ഞാൻ ഡിലീറ്റ് ചെയ്യണം. അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ എൻ്റെ ഇമെയിൽ ID എന്താണോ ഗിറ്റ്ഹബിൽ ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുള്ള ആ ഇമെയിൽ ID വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഗിറ്റ്ഹബിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID ഇവിടെ കൊടുത്തു. അതായത് ഈ കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നത് SSH-keygen എന്ന് പറയുന്ന കമാൻഡാണ്. നമ്മൾ SSH കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. -t പിന്നെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള അൽഗോരിതമാണ്. ഏത് അൽഗോരിതം വെച്ചാണ് ഇത് ജനറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ -c എന്താണോ നിങ്ങളെ ഇമെയിൽ, ആ ഇമെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ചോദിക്കും എവിടെയാണ് ഇത് ജനറേറ്റ് ചെയ്യേണ്ടത്, ഫയൽ നെയിം ഒക്കെ ചോദിക്കും. അത് ഞാൻ ഡീഫോൾട്ട് ആയിട്ടുള്ള ഏത് ഫയലാണോ അത് മതി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യാണ്. അപ്പോൾ പാസ്വേഡ് എന്തെങ്കിലും വേണമെങ്കിൽ അത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പാസ്വേഡിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് ഞാൻ എൻ്റർ ചെയ്യുന്നു. വീണ്ടും പാസ്വേഡ് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെയും എനിക്ക് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് അവിടെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞതിൽ പറയുന്നു യുവർ പബ്ലിക് കീ ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാത്ത് കാണിക്കുന്നുണ്ട്, ഒരു ഫയലിൻ്റെ പാത്ത്. ഈ ഫയലിലാണ് നമ്മൾ പബ്ലിക് കീ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. പബ്ലിക് കീ ആണ് ഗിറ്റ്ഹബിന് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കീ നമുക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കണ്ടന്റ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ
കാറ്റ് എന്ന് പറയുന്ന ലിനക്സ് കമാൻഡ് യൂസ് ചെയ്യാം. CAT കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് CAT സ്പേസ് നിങ്ങൾ ആ ഒരു ഫയലിന്റെ പാത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയലിൽ ഉള്ളിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതാണ് നിങ്ങളെ SSH കീ. ആ ഒരു SSH കീ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഗിറ്റ്ഹബിലേക്ക് വരിക, ബാക്ക് പോവുക, നിങ്ങൾ പ്രൊഫൈൽ സെറ്റിങ്സിലേക്ക് പോകണം. നിങ്ങൾ പ്രൊഫൈൽ സെറ്റിങ്സിലേക്ക് പോയിട്ട് അവരുടെ SSH ആൻഡ് GPG കീസിലേക്ക് പോയതിനു ശേഷം ന്യൂ SSH കീ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ കീ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കീ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 2 മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഓഫീസ് ലാപ്ടോപ്പും പേഴ്സണൽ ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഓരോ കീയും ഏത് മെഷീൻ്റെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ജസ്റ്റ് മാക് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തു. എന്നിട്ട് ആഡ് SSH കീ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ പാസ്വേഡ് ഒന്നും കൂടെ പാസ്വേഡ് ചോദിക്കും. ഗിറ്റബിൻ്റെ പാസ്വേഡ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ SSH കീ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ SSH കീ ഞാൻ ഡിലീറ്റ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ SSH കീ ആണ് നിങ്ങൾ ഇനി മുതൽ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ SSH കീ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഏതെങ്കിലും റെപ്പോസിറ്ററി ക്ലോൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് SSH ഓപ്ഷൻ യൂസ് ചെയ്താൽ മതിയാവും. അതായത് ഞാൻ ഗിറ്റ്ഹബിൽ പോയി എൻ്റെ റെപ്പോസിറ്ററിയിലേക്ക് പോവുകയാണ്. അതായത് ബീറ്റാസ്ക്വറൽ ടാസ്ക് എന്ന് പറയുന്ന റെപ്പോസിറ്ററിയിൽ പോയി അവിടെ നിങ്ങൾ ക്ലോൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കോഡ് ക്ലോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ് എന്ന ആപ്പിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ HTTPS SSH അല്ലെങ്കിൽ ഗിറ്റ്ഹബ് CLI 3 ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ SSH കീ ആഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ SSHൻ്റെ കോമ്പിനേഷൻ സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്താൽ മതി. ഞാൻ എൻ്റെ റെപ്പോസിറ്ററിൻ്റെ SSH URL കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫോൾഡറിൽ വന്നതിന് ശേഷം അത് ക്ലോൺ ചെയ്യുകയാണ്. ഇപ്പോൾ ക്ലോൺ ചെയ്യുന്ന സമയത്ത് എന്നോട് പാസ്വേഡ് ഒന്നും ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തി പുഷ് ചെയ്താൽ പോലും എന്നോട് പാസ്വേഡ്സ് ഒന്നും ചോദിക്കില്ല. കാരണം ഞാൻ ഓൾറെഡി ആ ഒരു SSH കീ ആഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ SSH കീ ആഡ് ചെയ്യേണ്ടത്.